ഈ പാമ്പിനെ കാണുമ്പോ തന്നെ എനിക്ക് പേടിയായിട്ട് വയ്യ. ബി കെയർഫുൾ ഡാഡ്. ഇത് ഞാൻ നോക്കിക്കോളാം മോളെ. മോള് ചെല്ല്. ഗോവിന്ദ, മോളെ കൂട്ടിക്കൊണ്ടു പോ. ശരിയല്ലേ? ഇനി നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നുണ്ടോ? നിന്നോട് ചേർത്താ പറഞ്ഞത്. ചെല്. ശിവാനി, എന്റെ സംശയങ്ങൾ ശരിയായിക്കൊണ്ടിരിക്കുന്നു. എന്റെ മകൻ എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് സീ. മുതലാളി, ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നന്ദീശ, നമ്മുടെ രണ്ട് മക്കളും നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. എന്ത് നല്ല കാര്യമെന്ന് മുതലാളി പറയുന്നത്? നമ്മളെ ഇത്രയും ദിവസം അലട്ടിക്കൊണ്ടിരുന്ന ഈ പ്രശ്നത്തിന് നമ്മുടെ മക്കൾ തന്നെ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. ഉത്തരം തന്നു എന്നുവെച്ചാ? നമ്മൾ തേടി നടന്ന പരിഹാരം നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ആരെക്കുറിച്ച് ഈ പറയുന്നത്? ശിവാനി. മനസ്സിലായെങ്കിൽ വാ. ആരാ? ആരാണ്? എന്താ വേണ്ടേ? ശിവാനില്ലേ ഇവിടെ? മാഡം, ഈ സാറിന്റെ കൂടെ അല്ലേ പുറത്തു പോയേ? പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് മാഡത്തിനെ ചോദിച്ചാ ഞാനെന്താ പറയാ? അങ്ങനെയാണോ? അവര് അപ്പൊ തന്നെ പോന്നതാണല്ലോ, എത്തിയില്ല ഇതുവരെ. ഓ, അത് സാരമില്ല. അവരുടെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നില്ലേ, നീലിന്ന് പേരുള്ള? സന്ധ്യയായില്ലേ? ശിവാനി മാഡം ഇതുവരെ വന്നില്ല. അതുകൊണ്ട് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാ. നിങ്ങളാണെങ്കിൽ ഇതാ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു. അവര് എപ്പോഴും ഇങ്ങനെയാണോ? ഇങ്ങനെ രാത്രിയിൽ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് വരാറ്? പകലൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവും. സന്ധ്യയായി കഴിഞ്ഞാ പിന്നെ കാണാറില്ല. എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും അറിയില്ല. ആണോ? അതെ, ഞാൻ ഇതുവരെ രാത്രി അവരെ വീട്ടിൽ കണ്ടിട്ടേയില്ല. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഞങ്ങൾ നേരിട്ട് കണ്ടോളാം. താങ്ക് യു. ശരി. ഈ സംഭവിച്ചതിനെല്ലാം ആ ശിവാനി തന്നെയാണ് കാരണം. നന്ദീശ, അതെങ്ങനെ മുതലാളി? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് നാഗമാണിക്യം കിട്ടിയിട്ട് 23 വർഷങ്ങളായി. ഇതുവരേക്കും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഒരു പാമ്പിനെ പോലും നമ്മുടെ കണ്ണിൽ കണ്ടിട്ടില്ല. ശരിയാ മുതലാളി, പറഞ്ഞത് മുഴുവൻ സത്യ. ആ പെൺകുട്ടി എന്നിവിടേക്ക് വന്നോ അന്നു മുതലാണ് ഈ പ്രശ്നങ്ങളെല്ലാം. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുന്നു. ഇവള് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നത് മുതൽ നമ്മുടെ വീട്ടിൽ നാഗപ്രവേശമുണ്ടായി. അത് തന്നെയല്ലേ ഗുരുക്കളും പറഞ്ഞത്? സ്വപ്നത്തില് പാമ്പിനെ കണ്ട കാര്യം ഞാൻ ഡാഡിയോട് പറയായിരുന്നു. എന്ത്? ബോസിന്റെ സ്വപ്നത്തിൽ പാമ്പ് വന്നോ? ഇന്നലെ രാത്രി എന്റെ സ്വപ്നത്തിൽ പാമ്പിനെ കണ്ടുവച്ച. അപ്പോ ഇവളും നാഗങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? എന്റെ ഊഹങ്ങൾ ഇതുവരെ തെറ്റിയിട്ടില്ല നന്ദീശ. കനകദുർഗയിലെ സുഖവും സന്തോഷവുമുള്ള കുടുംബമാണ് നമ്മുടെ. ഇപ്പോ ഓരോ പ്രശ്നങ്ങളായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുക. അതിന്റെ കാരണം ആരാ? അതിലിപ്പോ നമ്മുടെ ഭാഗത്ത് എന്താ കുഴപ്പം? ഇതിൽ കൂടുതൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം? എന്ത് ചെയ്താലും നമ്മൾ തന്നെ ചെയ്യണം നന്ദീശ. കാരണം ആപത്തുണ്ടാവാൻ പോകുന്നത് നമുക്കാണ്. അപകടം കാൽ ചുവട്ടിലെത്തുന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത്. അതല്ല, ഇപ്പൊ ശിവാനി മാഡം വീട്ടിലുണ്ടെന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെ ആവുമ്പോ നമ്മുടെ സംശയം തെറ്റാവില്ലേ? തൃശ്ശൂരെ വിളിക്കുന്നത് എന്താ നോക്കാം. ഞാൻ സ്പീക്കറിലാണ്. പറയടാ. അച്ഛാ, അവര് വീട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ലെന്ന്. ഇവിടെ വേറെ ആരും ഇല്ല. ആണോ? എപ്പോ വരുമെന്നെല്ലാം പറഞ്ഞോ? എവിടെ പോയിരിക്കാന്ന് പറഞ്ഞത്? ഇല്ല അച്ഛാ, അതുമാത്രമല്ല രാവിലെ മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടാവും. രാത്രി സമയത്ത് കാണാറില്ലെന്ന് പറഞ്ഞു. അവരെവിടേക്ക് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് അറിയില്ലെന്ന് ഇവിടുത്തെ വേലക്കാരി എന്നോട് പറഞ്ഞു. ശരി ശരി, തിരിച്ചു പോരെ. ശരി അച്ഛാ. ഓക്കെ. യെസ്, ഐ ആം റൈറ്റ്.
എന്റെ ഊഹം ശരിയായിരിക്കുന്നു. ശിവാനി നാഗലോകത്തുള്ളവൾ തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള പാമ്പ് ശിവാനി തന്നെയാണ്. അതെങ്ങനെ സംഭവിക്കാനാ? ഗുരുക്കൾ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ല നന്ദീശ? ശ്രേഷ്ഠമാസത്തിൽ രാത്രികാലത്ത് നാഗങ്ങൾ നാഗങ്ങളായി തന്നെ കഴിയും. പകൽ സമയങ്ങളിൽ മാത്രമേ ഇച്ഛാധാരികളായി മാറൂ. ശിവാനി ഇച്ഛാധാരിയാണെന്നുള്ള കാര്യത്തിൽ 2 വട്ടം ആലോചിക്കേണ്ടതില്ല. അവൾ രാത്രിയിൽ നാഗമായിരിക്കും. അവൾ രാത്രിയിൽ നാഗമാവുന്നത് ആരുടെയും കണ്ണിൽ പെടാതിരിക്കാനാണ് രാത്രിയിൽ അവളെ വീട്ടിൽ കാണാതിരിക്കുന്നത്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? തൃശൂൽ ശിവാനിയെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും. നേരം സന്ധ്യ ആയതുകൊണ്ട് അവൾ നാഗമായി മാറി. ആ നാഗത്തെ കണ്ടിട്ടാണ് തൃശൂൽ പേടിച്ചത്. ത്രിവിക്രമൻ അതേ നാഗത്തെ തന്നെയാണ് പിടിച്ചുകൊണ്ടുവന്നത്. അതിനർത്ഥം നമ്മുടെ വീട്ടിലുള്ള ഈ പാമ്പ് നാളെ രാവിലെ മനുഷ്യരൂപം പ്രാപിക്കുന്നല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും. അവൾക്ക് മാറിയേ പറ്റൂ. പുലരുന്നതുവരെ കാത്തിരിക്കാം. സത്യം എന്തു തന്നെയായാലും പുറത്തു വന്നിരിക്കും. ഉറക്കം വന്നിട്ടാണെങ്കിൽ വയ്യ. ഈ പാമ്പിനോട് വെച്ചിട്ട് മനുഷ്യൻ എങ്ങനെ മനസ്സമാനോട് ഉറങ്ങാം? ദൈവമേ, ഇതിന്റെ വായിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കും, ഒന്ന് രക്ഷിക്കണ്ട. പാമ്പ് 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 ചേച്ചി, പാമ്പ് പാമ്പ് പാമ്പ്. എന്താ നീ എന്തിനാ നിലവിളിക്കുന്നേ? എന്ത് പറ്റി നിനക്ക്? പാമ്പ് ചേച്ചി, ചേച്ചി പാമ്പ്. അയ്യോ ചേച്ചി പോവല്ലേ, തോറ്റു. ചേച്ചി പോവല്ലെന്ന്, അങ്ങോട്ട് പോവല്ലെന്നാ പറഞ്ഞു. ചേച്ചി പോവല്ലെന്നാ പറഞ്ഞു. ചേച്ചി പാമ്പ്, പാമ്പാണത്. ഇതാണോ നീ പറഞ്ഞ പാമ്പ്? പോട്ടിലിരുന്ന വടിക്കഷ്ണല്ലേ ഇത്? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ ചേച്ചി ഇങ്ങനെ? വീടിനകത്ത് കൊണ്ട് പാമ്പിനെ വെച്ചിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ ഉറങ്ങുന്നേ? എന്റെ ദേഹമാണെങ്കിൽ ഈ എണ്ണയിലിട്ട് പൊരിച്ച മഞ്ചൂരിനെ പോലെ ആവുകയാണ്. അല്ല, സ്വപ്നത്തിൽ പാമ്പ് വന്നു കേട്ടപ്പോ തന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ വീട്ടിനകത്ത് പാമ്പിനെ കൊണ്ട് വെച്ചാലോ? ഉറക്കം വരുമോ ചേച്ചി? എന്താ ചേച്ചി ഇതൊക്കെ? അയ്യോ, അതല്ലടാ, അന്ന് തൃശ്ശൂരിന്റെ വീട്ടിന്റെ മുന്നിൽ നിന്ന് നീയല്ലേ ആ പാമ്പിനെ പിടിച്ചത്? എന്നിട്ടിപ്പോ ആ ഗ്ലാസ്സിനുള്ളിൽ ഇരിക്കുന്ന പാമ്പിനെ കണ്ട് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ചേച്ചി അത് ആരോ ചെയ്തൊരു കാര്യം ഒരു ബോണസ് പോലെയാണ് എന്റെ പേരിലേക്ക് വന്നത്. അല്ല, വെറുതെ കിട്ടിയ ഒരു ബിൽഡപ്പ് ഒരു വയ്യാവേലിയായിട്ട് മാറുമോ? എന്താന്ന് പറയടാ. എന്റെ ചേച്ചി, അത് വേറെ ഇത് വേറെ. എന്തെങ്കിലും ആവട്ടെ, വീടിനകത്ത് പാമ്പ് വരാനേ പാടില്ല. നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. നന്നായിട്ടൊന്ന് ഉറങ്ങി കഴിയുമ്പോ നിന്റെ തലയൊക്കെ ശരിയാവും. നീ പോയി കിടന്നുറങ്ങ്. നിക്ക് ചേച്ചി, ഞാൻ അവിടെ പോയിട്ട് പാമ്പ് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. അടുത്ത സൂര്യോദയം വരെ ഞാൻ അകപ്പെട്ടിരിക്കുകയാണല്ലോ. എന്റെ ശക്തികളൊന്നും പ്രവർത്തിക്കുന്നില്ല. എത്രയും വേഗം ഇവിടെ നിന്ന് പുറത്തു കടന്നേ പറ്റൂ. ഇവർക്ക് എന്റെ മേലെ സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു. ആ സംശയങ്ങൾ ദൃഢമാകുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകും. ഇല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണം ദുഷ്കരമായിരിക്കും. എന്റെ യഥാർത്ഥ രൂപം ഇവരാരും മനസ്സിലാക്കരുത്. പാമ്പിന് ഒരു മാറ്റവുമില്ല, അതേപോലെ തന്നെയുണ്ട്.
ഇതെനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. ഇച്ഛാധാരി നാഗമാണെങ്കിൽ ഏത് വേഷവും സ്വീകരിക്കാൻ കഴിയും. ഇല്ല, എങ്ങനെയെങ്കിലും ഈ ചില്ലുപാത്രം ഉടച്ച് പുറത്ത് കടന്നേ പറ്റൂ. ഞാൻ ആരാണെന്ന് ആർക്കും തന്നെ മനസ്സിലാവരുത്. അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ. ഇവിടെ ആരുമില്ല. എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. ഗുഡ് മോർണിംഗ് ഡാഡ്. എന്തോ പറ്റി? എന്നോട് ദേഷ്യമാണോ? തന്റെ മക്കൾ തന്നോളം വളർന്നു കഴിഞ്ഞാൽ എത്ര ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടും അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് കാണുമ്പോൾ മാതാപിതാക്കൾക്ക് ദേഷ്യമല്ല, നിരാശയാ ഉണ്ടാവുക. വല്ലാത്ത നിരാശ. ഞാൻ എന്ത് ചെയ്തിട്ടാ ഡാഡ്? എന്താ, വീട്ടിൽ പാമ്പിനെ കൊണ്ടുവന്നത് നല്ല കാര്യ? കം ഓൺ ഡാഡ്, അത് ഇത്രയും സീരിയസ് ആക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ സ്വപ്നത്തിൽ കണ്ടൊരു പാമ്പിനെ നേരിട്ട് കണ്ട ആ എക്സൈറ്റ്മെന്റിൽ അത് നിങ്ങളെ കൂടി കാണിക്കാന്ന് കരുതി. ആ പാമ്പിനെ ഇന്നലെ തന്നെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട കളയാന്ന് ഡാഡിയോട് പറഞ്ഞതല്ലേ? ഡാഡി എന്തിനാ ഇപ്പോഴും അതിനെ ഇവിടെ വെച്ചിരിക്കുന്നത്? ഇത് തന്നെയാ ഞാനും പറഞ്ഞത്. മുന്നോട്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊന്നും ആലോചിക്കാതെ ഇന്നിനെ കുറിച്ച് മാത്രം ആലോചിച്ചല്ലേ നീയൊക്കെ ജീവിക്കുന്നത്. പക്ഷെ എനിക്ക് നിന്നെ പോലെ ചിന്തിക്കാനാവില്ല. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ഡാഡി ഇപ്പൊ ചെയ്തേ? തെറ്റാണല്ലോ. പാമ്പിനെ ഒന്നും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അതെന്താന്ന് വെച്ചാല് ഈ നാഗങ്ങൾക്ക് വേറെ വേറെ കുലങ്ങളുണ്ടാവും. അത് വീട്ടിലേക്ക് വന്നാലും അതിനെ ഉപദ്രവിക്കാതെ പുറത്തെവിടെയെങ്കിലും കളയണം. അല്ലെങ്കിൽ അത് നമ്മുടെ വീടിന് നല്ലതല്ല. ശരിക്കും എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു ഡാഡ്. ഐ എം റിയലി സോറി. നടന്നത് നടന്നു. ഇനി നീ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ഒരു കാര്യം ചെയ്യും, ഈ വേര് കൊണ്ടുപോയി ആ പാമ്പിന്റെ മേലെയിട്. ഇതെന്തിനാ ഡാഡി? പാമ്പുകൾക്ക് ഈ വേരിന്റെ വാസന സഹിക്കാൻ കഴിയില്ല. പിന്നെ അതിനൊരു ശക്തിയും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അതാ പറഞ്ഞത്. ചെല്ലുമോനെ. ശരി ഡാഡി, ചെയ്തോളാം. മഹാദേവ, അവൻ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. എന്താ ചെയ്യാ? മുതലാളി, നമ്മൾ വിചാരിച്ച പോലൊന്നും സംഭവിച്ചില്ലല്ലോ. പകൽ സമയമാകുമ്പോൾ ഈ പാമ്പ് മനുഷ്യരൂപം പ്രാപിക്കുന്നല്ലേ പറഞ്ഞത്? നന്ദീശ, ഇച്ഛാധാരി എന്ന് പറഞ്ഞാൽ തന്റെ മനസ്സിലെ ആഗ്രഹത്തിനനുസരിച്ച് രൂപം മാറാൻ കഴിവുള്ള നാഗമാണെന്നർത്ഥം. അത് സ്വയം മനുഷ്യനാവാൻ വിചാരിച്ചാൽ മാത്രമേ അതിന് മനുഷ്യരൂപം കൈക്കൊള്ളാൻ സാധിക്കൂ നന്ദീശ. അതിപ്പോ ചില്ലുകൂട്ടിലായത് കാരണമാണ് പാമ്പായിട്ട് തന്നെ ഇരിക്കുന്നത്. നോക്കാം എത്ര നേരം അവൾക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയുമെന്ന്. എന്ന് വെച്ചാ
നമ്മൾ ഇതിനെ തന്നെ നോക്കിയിരിക്കണമെന്നാണ് പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, തൃശ്ശൂരിനോട് ശിവാനിയുടെ വീട്ടിലേക്ക് പോകാൻ പറ. അവൻ എപ്പോഴേ ഇവിടുന്ന് ഇറങ്ങിയതാ. ആ, ശരി, അവനെ ഒന്ന് ഫോണിൽ വിളിക്കും. അച്ഛനാ വിളിക്കുന്നത്. നീ ഫോൺ എടുക്ക. ഹലോ അച്ഛാ. ആ തൃശ്ശൂർ, എന്തായി പോയിട്ട്? ഇല്ലച്ചാ, അവരിതുവരെ എത്തിയിട്ടില്ല. ഇന്നലത്തെ പോലെ തന്നെ ഇവിടെ ആരും ഇല്ല. തൃശ്ശൂർ, നീ ഒരു കാര്യം ചെയ്യ്, ആ ശിവാനിയുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. മുതലാളി, ഞാൻ അവരെ വിളിച്ചു നോക്കിയതാ, പക്ഷെ അവരെടുക്കുന്നില്ല. റിങ് ആവുന്നുണ്ടോ? റിങ് ചെയ്യുന്നുണ്ട് മുതലാളി. എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ലാസ്റ്റ് എവിടെ വെച്ചാണോ കണ്ടത് അവിടേക്ക് ചെല്ല്. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമെന്ന് നോക്ക്. ശരി മുതലാളി, ആയിക്കോട്ടെ. വളരെ സൂക്ഷിക്കണം, കാട്ടുപ്രദേശമാണ്. ശരി മുതലാളി. നന്ദീശ, ഇപ്പൊ എന്റെ ഊഹങ്ങൾ ശരിക്കും ബലപ്പെട്ടു വരുന്നുണ്ട്. ഇവിടെയല്ലേ നമ്മൾ ആ പാമ്പിനെ കണ്ടത്? അതെ കൊച്ചു മുതലാളി. നീ ഡ്രോപ്പ് ചെയ്യാൻ പോയതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് കണ്ടോ? സോറി കൊച്ചു മുതലാളി. അത് വിട്ടേക്ക്. പക്ഷെ എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക? എടാ, ഇനി ഈ കാട്ടിൽ വെച്ച് വല്ല മൃഗങ്ങളും അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവോ? നീ വന്നോട്ടെ. കൊച്ചു മുതലാളി, ഞാൻ അവിടെ നോക്കാം, നിങ്ങൾ ഇവിടെ നോക്ക്. ആ ശരി ശരി, പോ. ശിവാനി! ശിവാനി മാഡം, ഹലോ. ശിവാനി മാഡം, കൊച്ചു മുതലാളി, കൊച്ചു മുതലാളി ഇവിടെ. തൃശ്ശൂർ, കൊച്ചു മുതലാളി, ഇവിടേക്ക് നോക്കി കാണുന്നില്ല. ഏയ് തൃശ്ശൂർ, ഇന്നലെ അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു കൊച്ചു മുതലാളി. അതിൽ കോൾ ചെയ്ത് നോക്ക്. റിങ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ, ആ ഫോൺ ഇവിടെയുണ്ട്. കൊച്ചു മുതലാളി, ഇത് അവരുടെ ഫോൺ തന്നെയാ. അങ്ങനെയാണെങ്കിൽ അവളവിടെ പോയി. അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവും.